നമുക്ക് കൊച്ചിയിലേക്ക് പോവാം. വിഷ്ണു പ്രകാശിന്റെ വിഷ്ണു, കത്രിക്കടവ് അങ്ങനെ പലയിടത്തെ കാഴ്ചകൾ നമ്മൾ കഴിഞ്ഞ മണിക്കൂറുകളിലൊക്കെ കണ്ടാണ്. ഇപ്പോൾ എവിടെ? ഇപ്പോൾ നമ്മളുള്ളത് കടവന്ത്ര രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ്. ഇവിടെ ഏകദേശം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ സ്ക്രീനിംഗ് ആണ് ഫിഫയുടെ അംഗീകൃതമായിട്ടുള്ള ഈഗിൾസ് FC നടത്തുന്ന സ്ക്രീനിംഗ് ആണ്. നമുക്ക് ഈ സ്റ്റേഡിയം കണ്ടാൽ അറിയാം, വളരെ വർണ്ണാഭമായിട്ട്. അതുപോലെ തന്നെ ഒരുപാട് ആളുകൾ ആവേശത്തോടെ കാത്തിരിക്കുകയാണ്. ഇവിടെ അർജന്റീനയ്ക്കും സ്പെയിനിനുമുള്ള ആരാധകരുണ്ട്. സ്പെയിനിന്റെ ആരാധകരാണോ? Bangalore. First time? Yeah, I watched the 2 semi-finals and 1 finals here. How is the experience and ambience? Too good. Too good. The vibe is so good. I'm enjoying it here. Who will win today? Who will win today? Spain. Good. Argentina. അർജന്റീനയ്ക്കും മെസ്സിക്കുള്ള ആരാധകരുണ്ട്. നിങ്ങള് സ്പെയിനിന്റെ യഥാർത്ഥ ആരാധകരാണോ അതോ ജയിച്ചിട്ടുണ്ടോ? അങ്ങനെ നിരവധി ആരാധകർ ഇതിനോടൊപ്പം തന്നെ ഇപ്പോൾ കളി തുടങ്ങാൻ ഇനിയും സമയമുണ്ട്. പക്ഷേ ആളുകൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. ബാർസയുടെ സ്റ്റാഫ് ഉണ്ട്. ബാർസയാണോ അർജന്റീനയാണോ? I'm an Argentine fan, but yeah, Barcelona, Spain versus Argentina, both ways it's a win, but I'm an Argentine. So, who do you want to win? Argentina, of course, from 1998. So I came from Bangalore here just to get this feel in Kerala. It's been good to sit in between all the Argentine. നമുക്ക് ഇവിടെ തന്നെ വലിയ ആരവം ഇവിടെ തന്നെ കേൾക്കാം. അർജന്റീനയുടെ ആരാധകർ തന്നെയാണ് കൂടുതലുള്ളത്. പക്ഷേ ഇടയ്ക്ക് 1-2 സ്പെയിൻ ആരാധകരുണ്ട്. നമുക്ക് ഒരു സ്പെയിൻ്റെ ആരാധകൻ തന്നെയാണോ? അതെ, യമാൽ. ആ, ഒരുപാട് ആളുകളായിട്ട് സ്പെയിൻ തന്നെയാണോ ആരാധകർ? അതെ. സാധാരണ ഇവിടെ അങ്ങനെ സ്പെയിൻ്റെ ആരാധകർ കുറവാണ് കണ്ടിട്ടുള്ളത്. അതുകൊണ്ടാണ് ചോദിച്ചു. നമ്മള് യമാലിന്റെ ആളാണ്. എന്താ ഇന്നത്തെ പ്രതീക്ഷ എന്താ? ഇന്ന് 3-1 കളി ജയിക്കും. യമാൽ ഗോൾ അടിക്കും. ആൾ അർജന്റീനയാണ്. അർജന്റീനയെ ജയിക്കത്തുള്ളൂ. 3-1 ഔട്ടാവും. സ്പെയിൻ പൊട്ടും. തല്ലാവോ? അടിയാവും. സാധാരണ കളി കാണുമ്പോൾ എന്താ അവസ്ഥ എങ്ങനെയായിരുന്നു? അടിപൊളിയാണ്. ഇവിടെ ഇതിനു മുമ്പ് വന്നിട്ടുണ്ടോ കളിയാണ്? ആ സെമിഫൈനൽ കാണാൻ വന്നിട്ടുണ്ട്. ഈ മെസ്സി സ്പെയിനിൽ നിന്ന് കളിച്ചു വളർന്ന് അല്ല സ്പെയിനിന്റെ എല്ലാ രീതികളും ശൈലികളൊക്കെ അറിയാവുന്ന ഒരാളാണ്. അപ്പോൾ മെസ്സിയെ തന്നെ എതിരിടേണ്ടി വരുമ്പോൾ ഒരു ആരാധകനെ നിൽക്കുന്നത് എങ്ങനെയാ തോന്നുന്നത്? എന്നാലും ചെറുതായിട്ടൊരു ഇതുണ്ട്. എന്നാലും യമാല് സ്പെയിന് നമ്മുടെ ചങ്കാണ്. യമാലും മെസ്സി എന്ന് പറയുന്നത് അത് ഒരു മെസ്സി വലിയൊരു ജനറേഷൻ 39 വയസ്സായി നിൽക്കുന്നു. യമാലാണ് ഈ അപ്കമിംഗ് ആയിട്ട് വരുന്നൊരു ടാലന്റ് ആണ്. അതൊരു നല്ല കോണ്ടെക്സ്റ്റ് ആയിരിക്കും. നല്ല കളിയായിരിക്കും. അത് മൊത്തത്തിലാണ് നല്ല കളിയായിരിക്കും. പിന്നെ ടെൻഷൻ ഉണ്ടോ? ടെൻഷൻ ഒന്നുമില്ല. ചെറിയ ടീമല്ലേ, പൊട്ടും. ചെറിയ ടീമിനൊക്കെ കളിച്ചാൽ ജയിക്കും. അർജന്റീന ജയിക്കും. ആണോ? പക്ഷേ ചെറിയ ടീമിന്റെ അടുത്താണ് ഏറ്റവും വിയർത്ത് ജയിച്ചിരിക്കുന്നത്. ഇത് ചെറിയ ടീമാ, തീരെ ചെറിയ ടീമാ. വലിയ ടീമൊക്കെ ജയിച്ചിട്ട് ഫൈനലിലെത്തി. ഇത് ചെറിയ ടീം. ശരി, കൊച്ചിയിലെ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കൊന്ന്